എങ്ങോട്ട് പോയാലും വെള്ളമാണ് ഗൈസ്, എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളമാണ്. അടുത്തായിട്ട് ഇവിടെ പ്രത്യേകത, വഴി അറിയാത്തവർ ഒരിക്കലും ഇതിൽ കൂടെ സഞ്ചരിക്കരുത്. കാരണം എവിടെയൊക്കെ കുഴിയുണ്ട്, ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും. അതുപോലെ തന്നെ ഭൂഗർഭത്തിലൂടെയാണ് ഇവിടെ എന്ത് സംരക്ഷണം കൂടി നമ്മൾ മഴ വന്ന് ഗൾഫ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴ ഞാൻ കാണുന്നത്. കാറ്റാണ്, എന്തായാലും ചായയൊക്കെ കുടിക്കാൻ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ അക്കരയിലോട്ട് പോവുകയാണ് ഗൈസ്. വീടാണ് ആകെ പെട്ടിരിക്കുകയാണ് ഗൈസ്. ചെടികൾ കാണാം, ഗൾഫ് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മഴ. നല്ല കാറ്റും തെണ്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഏതായാലും കൊള്ളാം, നല്ല മഴയാണ്. അതിദാരുണകരമായ മഴയിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും ഞാൻ നല്ല ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉബൈദ്ക്കാടെ കടയാണ്, മലപ്പുറത്തുകാരനാണ്. കാൽപന്ത് കളിയുടെ കഞ്ഞിയാണ് സർവോപരി. എൻ്റെ ടിക്കയാണ് ഈ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ് എൻ്റെത് പറയൂ. എനിക്ക് വല്ല ചപ്പും ചവറും ഒക്കെ ആയിരിക്കും. എന്തായാലും അങ്ങനെയൊന്നല്ല, നന്നാക്കി ഉണ്ടാക്കി തരും. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഹഫീസ് ഗ്രിൽ എന്ന് പറയപ്പെടുന്ന, കൂടുതൽ കോപ്രായൊന്നും കളിക്കരുത്, വീഡിയോ ഒക്കെയാണ്, പബ്ലിഷ് ചെയ്യേണ്ടതാണ്. നല്ലൊരു മനുഷ്യനാണ് സർവോപരി, അതെനിക്കറിയാം. ഇദ്ദേഹം ഒരു ബംഗ്ലാദേശുകാരനായ ഒരു ജോലിക്കാരനാണ്. ഒരുപാട് വർഷമായി ഇദ്ദേഹത്തിന്റെ കൂടെ. സൽസ്വഭാവിയാണ്. എന്നെ മേരെ പൈസക്ക് തരാൻ ലൈക്ക് ഇട്ടാ. അപ്പോൾ അകത്തെ കാഴ്ചകളിലായിട്ട് അകത്ത് പെർമിഷൻ സഫ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഫയുടെ ക്ലീനിങ്ങിന്റെ ടൈമാണ് ഇപ്പൊ ക്ലോസ് ചെയ്യും. പിന്നെ മഴ നിങ്ങൾക്ക് കാണാമല്ല ഗൈസ്, മഴയൊക്കെ പെയ്ത് ആകെ നാശമായിരിക്കുകയാണ് ഇവിടെ. എന്തായാലും ഇവിടുത്തെ
ക്ലീനിങ്. ഇദ്ദേഹം ആണ് ഇവിടുത്തെ കുക്ക്, മെയിൻ കുക്ക്. കുക്കിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇതിന്റെ റെസിപ്പി. അതല്ല, നിങ്ങളുടെ രഹസ്യം എന്താണ് ഇതിന്റെ സക്സസിന്റെ? ഇതിന്റെ ഈ സക്സസിന്റെ, അതായത് ഈ ടേസ്റ്റിന്റെ രഹസ്യം എന്താണ്? നിന്റെ മസാല എന്ന് പറയുമ്പോൾ നീ ജനിച്ചോടനെ പഠിച്ചോന്നൊന്നും ആയിരിക്കില്ല. ഇതിനൊരു ഉത്പാദാവ് ഉണ്ടാവും എന്തായാലും. ഇക്കാക്ക അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെതായിരുന്നു ഈ കട. അപ്പോൾ ഇന്നത്തേക്കുള്ള കട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കത്തിയാണ് ഇവിടുത്തെ മെയിൻ ആയുധം. മൂർച്ച കൂട്ടി കൂട്ടി ആ കത്തിയുടെ അവസ്ഥ നിങ്ങൾ കാണണം. അതിൽ കട്ടിങ് നമുക്ക് കാണാം. ജസ്റ്റ് അത് കാണാം. ഒന്ന് കട്ട് ചെയ്യടോ, ഞാൻ വീഡിയോ എടുത്തിട്ട് പോട്ടെ. എല്ലാം അതിനെ റിസ്ക്കണം. അതിന് ചിക്കൻ കട്ട് ചെയ്യാൻ ഒരു 2 വർഷം കൊണ്ടുണ്ടായ ഒരു കോഴി 5 നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത്ര സിമ്പിളല്ല, ഇത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പിറകിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്. കണ്ണടച്ചോ ഏതുറക്കത്തും അദ്ദേഹത്തിന് ചിക്കൻ വെട്ടുന്നത് ഒരു അത്രയ്ക്കും ഒരു സിമ്പിളായ ഒരു പ്രവൃത്തി ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ കട്ടിങ്, ഡിസൈന്, സ്റ്റൈലൊക്കെ ഒന്ന് കാണുക ഞങ്ങൾ. ഇവിടെ വേറൊരു ഷെഫും കൂടി ഉണ്ട്. ആ മുറിയിട്ടിരിക്കുന്നത് മസാല പിടിക്കാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു വണ്ടി വരുന്ന കാഴ്ചയാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? വിളിക്കാം, ഒരു മിനിറ്റ്. എന്റെ ഫോൺ വീണു ഗൈസ്.